സോ വെൽ ഞാൻ 3-4 months ബാക്ക് ഞാൻ ഇതിലെ കൂടെ ഫ്രീക്വൻറ്റ് ട്രാവലിംഗ് ചെയ്തപ്പോഴാണ് നമ്മുടെ അലിയൂർന്ന ക്ലിനിക്ക് വരുന്നതായിട്ട് കണ്ടത്. സോ അതെന്താന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു, കാരണം ഭയങ്കര നല്ലൊരു ഡിസൈൻ ആയിരുന്നു ആ ഒരു എൻട്രൻസ് ആണെങ്കിൽ പോലും. സോ അങ്ങനെ ഒരു ദിവസം വന്ന് നോക്കി, അപ്പം അലിയൂർ സ്കിൻ ക്ലിനിക് എന്ന് മനസ്സിലായി. അത് ഡോക്ടർ അലീഷ നഹ എന്ന് പറയുന്നത് മാഡമാണ് നടത്തുന്നത് അറിയണം. സോ ഒരു ദിവസം വന്നു, അപ്പോയിൻമെൻ്റ് എടുത്തു, മാഡത്തിനെ കയറി കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ കൺസേൺ, അതായത് സ്കിന്നിൽ ഭയങ്കര ബ്ലാക്ക് ഡോട്ട്സ് പോലെ വരുന്നതായിട്ട് തോന്നുന്നു. എനിക്ക് 2 years ബാക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അതിന് എൻ്റെ ഒരു ഫ്രണ്ട് അതിന് കുറച്ച് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയോ ചെയ്തു, പക്ഷേ അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കൊരു വലിയ ഐഡിയ ഇല്ലായിരുന്നു. സോ മാം അതിൻ്റെ കുറേ ഇൻവെസ്റ്റിഗേഷൻസും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എക്സാമിൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇതേപോലെ ഇതിന് ഫ്രെക്കിൾസ് എന്നാണ് പറയുന്നത്. ഈ ഫ്രെക്കിൾസിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ഇറ്റ്സ് ക്യൂറബിൾ ആണ് പറഞ്ഞു. ആ തിരിച്ച് ഫ്രെക്കിൾസ് എന്നുള്ള കണ്ടീഷൻ വരാനായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ഫേസ് പോലെ തോന്നുന്നുണ്ട്. സോ അതിന് നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടിങ് ചെയ്തു തരാം എന്നുള്ള രീതിയിലാണ്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ലൈക്ക് റെഗുലറായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടോ, വേറെ എന്തെങ്കിലും സിറംസോ സ്കിൻ കെയർ ആയിട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ. അങ്ങനെയൊന്നും ലീസ് ബോധറായിരുന്നു, അങ്ങനത്തെ ഒന്നും ചെയ്യാറേ ഇല്ലായിരുന്നു. ആഫ്റ്റർ ദ ഫസ്റ്റ് സിറ്റിംഗ് ഓഫ് ട്രീറ്റ്മെൻറ്റിന് ശേഷം അത് റെഗുലറായിട്ട് ഫോളോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. റെഗുലർ ഫേസ് വാഷ്, സൺസ്ക്രീൻ, നൈറ്റ് സിറംസ്, നൈറ്റ് ക്രീംസ്. സോ അത് ഗ്രാജുവലി ഒരു 5 to 6 weeks കൊണ്ട് അതിൻ്റെ റിസൾട്ട് കാണാൻ തുടങ്ങി. ഈവൻ എൻ്റെ വർക്ക് പ്ലേസിലുള്ള ആൾക്കാരിങ്ങനെ ചോദിച്ചു തുടങ്ങി, എൻ്റെ മുഖത്ത് നീ എന്തോ ചെയ്യുന്നുണ്ടല്ലോ, നീ സ്കിന്നിൽ എന്തോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോഴൊന്നും ഞാൻ ഇങ്ങനെയൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. ഗ്രാജുവലി അത് എവിഡൻ്റ് ആണോ, എല്ലാവർക്കും അത് കാണുന്നുണ്ടെന്നൊന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു, ഇത് ഞാൻ ഇവിടെ അലിയൂറാണ് ചെയ്തത്. സോ അങ്ങനെ അതിപ്പോൾ നല്ലതായിട്ട് ക്ലാരിറ്റി ആയി. പിന്നെ എൻ്റെ കുറച്ച് കസിൻസും ഫ്രണ്ട്സൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. സോ ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി നൗ.